Hi friends, welcome back to our English class. Today, we are going to learn about the simple present tense, one of the most important tenses in English. We use the simple present tense to talk about daily routines, habits, facts, and general truths. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ പ്രസന്റിന്റെ യൂസേജ് ഇത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാത്തവരൊന്ന് കാണണേ. ഇന്ന് ഡേ 20 ആണ്. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. സിമ്പിൾ ക്ലാസ് ആണ്, ബിഗിനേഴ്സിനൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ദിവസവും പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് സിമ്പിൾ പ്രസന്റിലാണ് പറയാറ്. അതായത് അവൻ സ്കൂളിൽ പോകുന്നു, അവൻ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറയാം. ഹി ഗോസ് ടു സ്കൂൾ, ഹി ഗോസ് ടു സ്കൂൾ. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഹി എന്നുള്ള സബ്ജക്റ്റ് വെച്ചു, അതിനുശേഷം വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് വെക്കുക. ഒരാൾ, അതായത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വേർബിന്റെ കൂടെ എസ് എന്നോ അല്ലെങ്കിൽ ഇ എസ് എന്നോ വേർബിനനുസരിച്ച് നമ്മൾ വെച്ചു കൊടുക്കണം. എന്നാൽ പ്ലൂറൽ ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ വേർബിന്റെ കൂടെ എസ് എന്നൊന്നും ചേർക്കരുത്. ഹി ഗോസ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോകുന്നു. ഇനി ഞങ്ങൾ ലഞ്ച് 1 മണിക്ക് കഴിക്കുന്നു. വി ഈറ്റ് ലഞ്ച് അറ്റ് 1 PM. വി ഈറ്റ് ലഞ്ച് അറ്റ് 1 PM. ഞങ്ങൾ ലഞ്ച് 1 മണിക്കാണ് ദിവസം കഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മളിങ്ങനെ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ പ്രസന്റിൽ പറയാം. നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത്. എന്താണ് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ? പ്രപഞ്ച സത്യങ്ങൾ. നമ്മളെ യൂണിവേഴ്സിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. ഇപ്പോ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയില്ലേ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇനി വെള്ളം 100 ഡിഗ്രിയിലാണ് തിളയ്ക്കുന്നത് അല്ലേ. വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees. ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പൊ യൂണിവേഴ്സൽ ട്രൂത്ത് നമുക്ക് എന്തിൽ പറയാം? സിമ്പിൾ പ്രസന്റിൽ പറയാം. നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് ഫിക്സ്ഡ് ഷെഡ്യൂൾ നമുക്ക് പറയാൻ. എന്താ ഫിക്സ്ഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഉറപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, തീരുമാനിച്ച കാര്യങ്ങൾ, ഫിക്സ്ഡ് ഷെഡ്യൂൾ. അങ്ങനെയുള്ളത് നമുക്ക് സിമ്പിൾ പ്രസന്റിൽ പറയാം. ക്ലാസ് 10 മണിക്കാണ് തുടങ്ങുന്നത്. ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 10 AM. ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 10 AM. 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു. ഒരു ഫിക്സ്ഡ് ഷെഡ്യൂളാ. ഇനി ബസ് വരുന്നത് 7:30. ബസ് 7:30 വരുന്നു. ബസ് 7:30 ഇവിടെ എത്തുന്നു. ദ ബസ് അറൈവ്സ് അറ്റ് 7:30. ദ ബസ് അറൈവ്സ് അറ്റ് 7:30. അപ്പൊ ഇങ്ങനെ ഫിക്സ്ഡ് ഷെഡ്യൂളാണ് നമുക്ക് ഇതിൽ പറയാം. നെക്സ്റ്റ് ഒരു കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് ലൈവ് റിപ്പോർട്ടൊക്കെ. നമ്മൾ ലൈവൊക്കെ റിപ്പോർട്ടൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ലൈവ് പറയുന്നത്. സച്ചിൻ ഹിറ്റ്സ് എ 6. ധോണി ഹിറ്റ്സ് ദ ബോൾ. ധോണി പന്തടിക്കുന്നു. ധോണി ഹിറ്റ്സ് ദ ബോൾ. സച്ചിൻ ഹിറ്റ്സ് എ 6. അപ്പൊ ഇങ്ങനെയുള്ള ലൈവ് റിപ്പോർട്ടൊക്കെ സിമ്പിൾ പ്രസന്റിലാണ് പറയാറ്. നെക്സ്റ്റ് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇൻസ്ട്രക്ഷൻസ്. എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ പറയാൻ നമുക്ക് സിമ്പിൾ പ്രസന്റിൽ പറയാറുണ്ട്. റീഡ് ദ ബുക്ക്, ആ ബുക്ക് വായിക്കൂ. കോൾ മീ, എന്നെ വിളിക്കൂ. ഗോ ദെയർ, അവിടെ പോകൂ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇതിൽ പറയാം. ദെൻ നമ്മുടെ ലൈക്സ്, ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. ഐ ലൈക്ക് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ ഗോഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. If you like this video, please like, share and subscribe my channel. Thanks for watching.